ഹലോ, വേദിയിലിരിക്കുന്ന ബാദുക്ക, കണ്ണൻ ചേട്ടൻ, സാജൻ ചേട്ടൻ, ബാക്കി വിശിഷ്ട വ്യക്തികളെ, ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു പ്രോഗ്രാം ഒരു കൃത്യസമയത്ത് നടത്തുക എന്നുള്ളത്. കാരണം പള്ളിയിലും കോളേജിലൊക്കെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അത് നടത്തി അതൊന്ന് പേടിച്ചോടിയാണ് സിനിമയിലെത്തിപ്പെട്ടത്. സിനിമയ്ക്ക് ഒരുപാട് പേരുടെ സഹായമുള്ളതുകൊണ്ട് അത് നടന്നു പോകും. പക്ഷേ ഒരു പ്രോഗ്രാം ഈ സമയത്ത് കൃത്യസമയത്തിലേക്ക് എല്ലാവരെയും ഇവിടെ എത്തിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി ചെയ്ത ഈ സംഘാടകർക്ക് പ്രത്യേക അഭിനന്ദനം. മണിച്ചേട്ടനെ കുറിച്ച് ഒരു 2 വാക്ക് എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. സിനിമാമോഹം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കാലം, തൃശ്ശൂർ കേരള പോലീസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. ഞാനതിൽ ചാൻസ് ചോദിച്ചു ചെല്ലുന്നു. അതിൽ ഒരു ചെറിയ അങ്ങിങ്ങ് കാണാൻ പറ്റുന്നൊരു വേഷം. ആ ഷൂട്ട് കഴിഞ്ഞ് അതിൽ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല. മണിച്ചേട്ടൻ വരുന്ന സീൻ ഷൂട്ട് ചെയ്യുന്ന കാണാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ് ഷൂട്ട്. അവിടെ ചെന്ന് പെടുന്നു. രാവിലെ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്കിലെ ഒരു ഗ്രീൻ റൂമിൽ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി അങ്ങിങ്ങുള്ള പിള്ളേർ, യുവാക്കൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാനായിട്ട് മണിച്ചേട്ടൻ എപ്പോഴും നോക്കുമ്പോൾ ഞാൻ അവിടെ വെറുതെ നിൽക്കണ കാണാം. അപ്പോൾ മണിച്ചേട്ടൻ പറയും, മോനെ വാ ഒരു ഫോട്ടോ എടുത്തേന്ന് പറയും. അന്ന് രാവിലെ മുതൽ രാത്രി 10 മണി വരെ അവിടെ വന്ന എല്ലാവരുടെ ഫോട്ടോയും എടുത്തു കൊടുത്തത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടൻ റെസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മണിച്ചേട്ടാ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ, ഇത്ര നേരം നീ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പിന്നെ നീ എടുക്കണതാന്ന് പറഞ്ഞു. അതെനിക്ക് സത്യത്തിൽ വിഷമമായി. ഞാൻ പിന്നെ വിചാരിച്ചു സിനിമയിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കൊരുമിച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് പോരേണ്ടായി. പക്ഷെ പിന്നെ ആ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് മണിച്ചേട്ടനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും മണിച്ചേട്ടൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ, ഇപ്പോൾ എനിക്ക് മക്കളുണ്ട്, മണിച്ചേട്ടൻ എൻ്റെ പാട്ടുകൾ എപ്പോഴും പാടും. ലാസ്റ്റ് ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ തൃശ്ശൂർകാരനാണ്. ആക്ച്വലി സിനിമയ്ക്ക് വേണ്ടി എറണാകുളത്ത് താമസം മാറ്റിയതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എറണാകുളത്തേക്ക് തൃശ്ശൂർക്ക് വരുന്ന വഴിക്ക് ചാലക്കുടി പാലം എത്തി വണ്ടി. അപ്പോൾ ഞാൻ പിള്ളേരോട്, 4 പിള്ളേരുണ്ട് എനിക്ക്, പിള്ളേരോട് പറഞ്ഞു മണിച്ചേട്ടൻ താമസിക്കുന്ന സ്ഥലമാണത്. 2016 മറ്റോ മണിച്ചേട്ടൻ പാടിയ പാട്ടുകൾ വല്ലതും ഓർമ്മയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ പാടാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ പാട്ട് പഠിച്ചത്, മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ പഠിച്ചത് കോളേജിൽ പെൺപിള്ളേരൊക്കെ ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ പാട്ട് പാടാൻ വേണ്ടി കുറേ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ട്രിപ്പിന് പാടാൻ വേണ്ടി. അപ്പോൾ ഈ പിള്ളേർ ആ പാട്ട് എപ്പോഴോ പഠിച്ചിരിക്കുന്നു, എനിക്കറിയില്ല. ഈ മക്കൾ എല്ലാ പാട്ടും ഇരുന്ന് പാടുകയുണ്ടായി. അന്ന് രാത്രി ഒരു 8 മണിക്കാണ് ആ വഴിയിലൂടെ പാസ് ചെയ്തു പോയത്. അന്ന് പിറ്റേ ദിവസമാണ് അറിയുന്നത് മണിച്ചേട്ടൻ ആ സമയത്ത് മരിച്ചിരുന്നു. ആ സമയത്താണ് ഏകദേശം അവിടെ പാസ് ചെയ്തത്. എന്തായാലും അതൊരു തീരാവേദനയായി. എന്നാലും ആ ശബ്ദം നമ്മുടെ മനസ്സിലുണ്ട്. ഈ പരിപാടി ഇത്രയും ഗംഭീരമാക്കിയതിനെ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. വർഷങ്ങളോളം ഈ പരിപാടി നടക്കട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും.